നമസ്കാരം. പാലക്കാട് നഗരസഭയിൽ പീഡനക്കേസിൽപ്പെട്ട് ജയിലിലായ കോൺഗ്രസ് കൗൺസിലറുടെ അംഗത്വം റദ്ദാക്കാൻ മുന്നിൽ നിന്ന് ബി.ജെ.പി. ഭരണസമിതി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാപ്പ കേസിൽപ്പെട്ട് സ്വന്തം കൗൺസിലറെ സംരക്ഷിക്കാൻ കാട്ടുന്ന ഇരട്ടത്താപ്പ് തുറന്നുകാട്ടി പ്രതിപക്ഷം. കാപ്പ കേസിൽ തടവിൽ കഴിയുന്ന വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതന് അവധി അനുവദിക്കാനുള്ള ബി.ജെ.പി. ഭരണസമിതിയുടെ നീക്കത്തിനെതിരെ കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് പോരാട്ടത്തിനൊരുങ്ങിയതോടെ വെള്ളിയാഴ്ച ചേരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം സംഘർഷഭരിതമാകും. കാപ്പ കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന സുഗതന്റെ കൗൺസിലർ സ്ഥാനം റദ്ദാക്കാതിരിക്കാനാണ് ഭരണപക്ഷമായ ബി.ജെ.പി. അവധി അപേക്ഷയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരം ജനപ്രതിനിധിക്ക് അയോഗ്യത കൽപ്പിക്കപ്പെടും. ഇത് മറികടക്കാൻ സുഗതൻ സമർപ്പിച്ച അവധി അപേക്ഷ മേയർ VV രാജേഷ് കൗൺസിലിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കാനിരിക്കുകയാണ്. പാലക്കാട് നഗരസഭയിൽ ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായതോടെ കോൺഗ്രസ് കൗൺസിലറുടെ അംഗത്വം റദ്ദാക്കാൻ കടുത്ത നിലപാടെടുത്ത ബി.ജെ.പി. തിരുവനന്തപുരത്ത് സമാന സാഹചര്യത്തിൽ ക്രിമിനൽ കേസ് പ്രതിയായ സ്വന്തം അംഗത്തെ സംരക്ഷിക്കാൻ നെട്ടോട്ടമോടുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പാലക്കാട്ടെ അതേ മാനദണ്ഡം തിരുവനന്തപുരത്തും നടപ്പാക്കണമെന്നാണ് UDF-ന്റെ പ്രധാന ആവശ്യം. അസുഖം മൂലമോ മറ്റോ യോഗത്തിനെത്താൻ കഴിയാത്തവർക്ക് 6 മാസം വരെ വിട്ടുനിൽക്കാൻ മേയർക്ക് കത്ത് നൽകിയാൽ അനുവാദം ലഭിക്കാറുണ്ട്. എന്നാൽ ഗുരുതരമായ കാപ്പ കേസിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ഭരണസമിതി തണലൊരുക്കി ഇത്തരത്തിൽ പ്രത്യേക ആനുകൂല്യം നൽകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് CPM-ഉം വ്യക്തമാക്കുന്നു. LDF-ഉം UDF-ഉം ഒരുപോലെ അപേക്ഷ എതിർക്കാൻ തീരുമാനിച്ചതോടെ വിഷയം കൗൺസിലിൽ കൊടുങ്കാറ്റായി മാറും. സുഗതന്റെ അവധി അപേക്ഷ സഭയിൽ എത്തുമ്പോൾ വിഷയത്തിൽ രഹസ്യ വോട്ടിംഗ് വേണമെന്ന ആവശ്യമാകും പ്രതിപക്ഷം ഉന്നയിക്കുക. ബി.ജെ.പിക്ക് നേരിയ ഭൂരിപക്ഷം മാത്രമുള്ള കോർപ്പറേഷനിൽ അപേക്ഷ വോട്ടിനിട്ടാൽ ഭരണസമിതിക്ക് അത് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും ഭരണപക്ഷത്തുനിന്നും ഉണ്ടായേക്കും. 101 അംഗങ്ങളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റുകളാണ് ബി.ജെ.പിക്കുള്ളത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് നിലവിൽ ബി.ജെ.പി. ഭരണം നടത്തുന്നത്. മറുഭാഗത്ത് LDF-ന് 29ഉം UDF-ന് 20ഉം സീറ്റുകളുണ്ട്. കൂടാതെ പൗണ്ടുകടവ് വാർഡിലെ UDF വിമതനായി ജയിച്ച അംഗത്തിന്റെ വോട്ടും വോട്ടിംഗ് ഘട്ടത്തിൽ നിർണായകമായി മാറും. ഭരണപക്ഷത്തു നിന്ന് ഏതെങ്കിലും ഒരു അംഗം വിട്ടുനിൽക്കുകയോ വോട്ട് അസാധുവാകുകയോ ചെയ്താൽ ബി.ജെ.പി. ഭരണസമിതി കടുത്ത പ്രതിസന്ധിയിലാകും. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ എല്ലാ കൗൺസിലർമാരും വെള്ളിയാഴ്ചത്തെ നിർണായക യോഗത്തിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ബി.ജെ.പി. കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സഭയിൽ കൃത്യമായ ഹാജർ ഉറപ്പാക്കാൻ ബി.ജെ.പി. നേതൃത്വം വിപ്പ് നൽകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നേരത്തെ ജയിലിൽ കഴിയുന്ന സുഗതൻ തനിക്ക് യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്നും അവധി അനുവദിക്കണമെന്നും കാട്ടി മേയർക്ക് കത്തയച്ചിരുന്നു. തുടർന്ന് നിയമോപദേശം നേടിയ ശേഷമാണ് അപേക്ഷ കൗൺസിലിന് മുന്നിൽ വയ്ക്കാൻ ബി.ജെ.പി. ഭരണസമിതി തീരുമാനിച്ചത്. എന്നാൽ ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷയോ തടവോ അനുഭവിക്കുന്ന വ്യക്തിക്ക് അവധി നൽകുന്നത് തികച്ചും ചട്ടവിരുദ്ധമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. സാധാരണയായി ആരോഗ്യപരമായ കാരണങ്ങൾക്കോ വിദേശ യാത്രകൾക്കോ മാത്രമാണ് കൗൺസിൽ ഇത്തരം അവധികൾ അംഗീകരിച്ചു നൽകുന്നത്. ജയിലിൽ കിടക്കുന്ന ക്രിമിനൽ കേസ് പ്രതിക്ക് ജനപ്രതിനിധി സ്ഥാനത്ത് തുടരാൻ ഭരണസമിതി സഹായം നൽകുന്നത് തിരുവനന്തപുരത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് CPM-ഉം കോൺഗ്രസും ഒറ്റക്കെട്ടായി കുറ്റപ്പെടുത്തുന്നു. സുഗതന്റെ അവധി അപേക്ഷ പാസാക്കിയെടുക്കാൻ ബി.ജെ.പിയും അത് എന്ത് വില കൊടുത്തും തടയാൻ LDF-ഉം UDF-ഉം രംഗത്തിറങ്ങുന്നതോടെ ഇന്നത്തെ കോർപ്പറേഷൻ യോഗം വലിയ ബഹളത്തിലും കയ്യേറ്റത്തിലും കലാശിക്കുമോ എന്ന ആശങ്കയിലാണ് തലസ്ഥാന നഗരം.